വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും നടക്കുകയാണ്. ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി. വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്നും ചേരുന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ, പ്രത്യേകിച്ച് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം ചില മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ അടുത്ത വിഷയമായി ഉയർന്നു വരുന്നു. ഇത്തരത്തിലൊരു ഉപവാസവും സർവ്വമത പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നു. ഏത് രീതിയിലാണത് പുരോഗമിക്കുന്നത്? എന്താണ് അവരുടെ അടിയന്തര ആവശ്യങ്ങൾ? എന്റെ കുഞ്ഞിന്, എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നാണ് ക്രിസ്റ്റീന. അടിയന്തര ആവശ്യം സ്വാഭാവികമായിട്ടും ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കകളെല്ലാം പരിഹരിക്കണമെന്ന് തന്നെയാണ്. കാരണം ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം വലിയ തരത്തിലുള്ള ഒരു പ്രചരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു സർവ്വമത കൂട്ടായ്മയും ഉപവാസ സമരവും ഇവിടെ നടത്താൻ വേണ്ടി എന്തായാലും ഇവിടുത്തെ ജനകീയ സമിതി, ജനകീയ കൂട്ടായ്മ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് വലിയ ജനപങ്കാളിത്തം ഉണ്ട് താനും. എന്തായാലും സ്വാഭാവികമായിട്ടും ഇടുക്കിയിലുള്ള ഒട്ടുമിക്ക ആളുകളുടെ ഒരു ആവശ്യം ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാനുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ തമിഴ്നാട്ടിനെ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമുള്ള ശ്രമം നടത്തരുത് എന്നുള്ള കാര്യം ഈ സമരം നടത്തുന്നവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തെ എങ്ങനെയാണ് ഇനി സമീപിക്കാൻ പോകുന്നത്? ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഇന്ന് വൈകിട്ട് സമരസമിതി കൂടി സമരപരിപാടികളെ കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തീരുമാനിക്കും. നമ്മളെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എത്രയും വേഗം പുതിയ ഡാം ഉണ്ടാകും നമ്മുടെ ആവശ്യമത. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം, അതുപോലെ ഈ മേഘവിസ്ഫോടനം, വയനാട്ടിലെടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ, അതുകൊണ്ട് എപ്പോഴും സംഭവിക്കാം. കേരളത്തില് പുതിയ പ്രതിഭാസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ഇതിന് തീരുമാനം ഉണ്ടാകണം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, ഡാമിന്റെ വളവ്, അതുപോലെ തന്നെ അത് കൂടാതെ ഈ തമിഴ്നാടിനെതിരായിട്ട് അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത്തരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ ഒരിക്കലും, ഞങ്ങളറിയാവില്ല, കേരളം കണ്ട ഏറ്റവും വലിയ സമരം നയിച്ചവർ ഞങ്ങളാ. ഇവിടെ സമരപ്പന്തലുണ്ടാക്കി ഇത്രയും വലിയ സമരം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ തമിഴ്നാടിനെതിരായിട്ട് ഒരു വാക്കുപോലും പറയുകയില്ല. നമ്മുടെ മുദ്രാവാക്യം തമിഴ്നാടിന് ജലം, നമുക്ക് സുരക്ഷ. നമ്മുടെ സഹോദരങ്ങളാണ് തമിഴ്നാട്. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദരങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, കൈകോർത്ത് തോളൂർ. അതുകൊണ്ട് ഒരു വാക്ക് പോലും ഞങ്ങൾ ഇതുവരെ, ഇത്രയും വലിയ 1 ലക്ഷം 1.5 ലക്ഷം പേരൊക്കെ ഈ സമരം വന്നുകൊണ്ടിരുന്നത്, എല്ലാ മാധ്യമങ്ങളും ഇവിടെ വന്ന് ലൈവായിട്ട് കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു വാക്ക് പോലും തമിഴ്നാടിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവന സുരക്ഷ, അവർക്ക് വെള്ളം, അതാ നമ്മുടെ മുദ്രാവാക്യം. ഞങ്ങൾ ഒരിക്കലും അവർക്കെതിരായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പക്ഷേ നമ്മുടെ ജീവന് സുരക്ഷ കിട്ടണം. എത്രയും വേഗം പുതിയ ഡാം ഉണ്ടാകണം. എന്തായാലും ഇത് തന്നെയാണ് ആവശ്യം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉടൻ പരിഹരിക്കുക, അത് മാത്രമാണ് സമരസമിതികളുടെയും ഈ കേരളത്തിലെ ജനങ്ങളുടെയും ആവശ്യം. ശരി, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ ഈ ആവശ്യം ഉന്നയിച്ച് ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിൽ കൂട്ട ഉപവാസം നടക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും.